ഗൈസ്, വെൽക്കം ടു ലക്ഷ്മി കുട്ടീസ് കിച്ചൺ വീഡിയോ. ഇന്ന് നമുക്ക് രുചികരമായ മോരുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് മോരുകറിയാണ് വയ്ക്കാൻ പോകണം. എല്ലാവർക്കും അറിയാതിരിക്കാം, ഞാൻ എൻ്റേതായ ഒരു മോരുകറി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം. എന്താ കുമ്പളങ്ങി ചേമ്പ് വിത്തും കൂടിയിട്ടിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. എത്ര പേർക്ക് ഇഷ്ടമാകുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുകയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് വെള്ളം വെച്ച് വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു നമുക്കിത് ഗ്യാസിൽ വയ്ക്കാം. അങ്ങനെ നമ്മൾ ഗ്യാസിൽ വെച്ചു. ഇനി നമുക്ക് അരപ്പിനായി വേണ്ട സാധനങ്ങൾ അതവിടെ ഇരിക്കട്ടെ. അരപ്പിന് വേണ്ട സാധനങ്ങൾ എടുക്കാം. മഞ്ഞൾപ്പൊടി, തേങ്ങ, അതിലേക്ക് വേണ്ട അരപ്പുകൾ എടുക്കണം കേട്ടോ. തേങ്ങ, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ലേശം കുരുമുളക്, പിന്നെ ജീരകം, ഇത്ര ജീരകം ഇട്ടു. എല്ലാവർക്കും ഒരു വത്സരാശംസകൾ. അപ്പോൾ അതിലേക്ക് തേങ്ങ എടുത്തു, കുരുമുളക് എടുത്തു, ജീരകം എടുത്തു. ഇനി ഇതിൽ പച്ചമുളക് രണ്ട് മൂന്നാല് പച്ചമുളക് എറിഞ്ഞതാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നല്ലൊരു പാവാണേ, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് അയച്ചേക്കണം. എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കണം കേട്ടോ. എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയണേ. അപ്പം നമുക്ക് തുടങ്ങാം. ജാറെടുക്കുകയാണ് കേട്ടോ. ജാറെടുക്കട്ടെ. അങ്ങനെ നല്ല പുളിയുള്ള തൈരൊക്കെ വേണം കേട്ടോ എനിക്ക്. എന്നാലാണ് നന്നായിരിക്കുള്ളൂ. തൈരൊക്കെ ഇട്ടിട്ട് കറി വെച്ചാൽ നല്ല പുളി, ഒരുവിധം പുളി വേണം. അങ്ങനെയുള്ള തൈര് വേണം എടുക്കാൻ, എന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പം നമ്മളിത് ഉപയോഗിക്കുന്നത് മിൽമയുടെ തൈരാണ് കേട്ടോ. ഞാനത് മേടിക്കാറുള്ളൂ. പാലും തൈരൊക്കെ മിൽമയുടെ പാലും തൈരും മാത്രമേ മേടിക്കാറുള്ളൂ. മറ്റുള്ളതൊന്നും മേടിക്കാറില്ല. എന്നാൽ നമുക്ക് സുരക്ഷിതമായിട്ട് കിട്ടുന്ന സാധനം ആയതുകൊണ്ട് നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. മറ്റുള്ളതൊന്നും അത്ര വലിയ ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. എനിക്കിതാണ് താല്പര്യം. അത് നല്ല രസമുണ്ടാകും. നമ്മൾ വീട്ടിലുണ്ടാക്കിയ പോലെയൊക്കെ നമുക്ക് തോന്നും കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവർ നല്ലത് വാങ്ങിച്ച് കഴിക്കുക എല്ലാവരും. തേങ്ങ അരക്കുകയാണ്. തേങ്ങ അരക്കട്ടെ കേട്ടോ. തേങ്ങ അരക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഇത്രയും സാധനം ജീരകം, കുരുമുളക്, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം വെച്ച് നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് ഒന്നും കൂടി അരയ്ക്കാം. ആയിട്ടില്ല, ആവണേ ഉള്ളൂ. ആയിട്ടില്ല അരവ്.
അങ്ങനെ ശരിയായി കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ ശരിയാക്കി ഇത് കറി തിളക്കുന്നതിൻ്റെ വരികയാണ്, ആയിട്ടില്ല. നമുക്ക് അടച്ച് വെച്ച് കറി അടച്ച് വെച്ച് നോക്കാം. അടച്ച് വെച്ച് വേവട്ടെ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് കാണാം. നമ്മളേ ചോറ് വെച്ചിട്ടുണ്ടാകുന്ന അകത്ത് കൊണ്ട് നോക്കിയിട്ട് എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ കുറച്ച് താമരൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ, കാണാനായിട്ട് നല്ല രസം കേട്ടോ. താമര ഉണ്ടോ? അത് ഇവിടെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്ക്. ചോറ് കൊണ്ടുവന്ന് ഇതേ വെച്ചു കേട്ടോ. മക്കൾക്ക് ഏൽക്കാൻ തുടങ്ങുമ്പോഴേ അപ്പോൾ കൂട്ടാൻ കളിച്ചോണ്ടിരിക്കണേ ആണുള്ളൂ. വെയിറ്റ് ഇല്ല, നാളെ ഉണ്ടാവുള്ളൂ. നാളെ ഉണ്ടാവുള്ളൂ ഡെലിവറി. ആ വണ്ടി ഇപ്പൊ കഴിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ വരാന്ന് പറഞ്ഞത്. ഇത് പച്ചക്കറി നേരാക്കിയിട്ടേ കൊണ്ട് കളഞ്ഞിട്ട് വരാം. അത് നമ്മൾ പശുവിൻ്റെ കാടിവെള്ളത്തിലിട്ടു. പാവല്ലേ, ഏറ്റവും തിന്നോട്ടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ അവരും കഴിക്കട്ടെ. മൃഗങ്ങളല്ലേ പാവങ്ങൾ. എനിക്ക് പശുക്കളെ നല്ല ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് വളർത്താൻ വയ്യ. സ്കൂളിലെത്തുകാരനുണ്ടേ പശുക്കളെ നോക്കാൻ വയ്യ. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിരിക്കുക. ഞങ്ങളുടെ ഇവിടെയൊക്കെ പാടാണ്, ഉണ്ടോ മലകളും പാടങ്ങളൊക്കെ. ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ടേ തോടൊക്കെ പോണ്ടേ. പാടം ഉണ്ടോ, പാടമുണ്ട്, തോട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലൊരു വിചാരിക്കണു. അറിയില്ല മക്കളെടുക്കണതേ, അത് തന്നെ അവർക്കത് അങ്ങനെ എടുക്കാനൊന്നും അറിഞ്ഞുകൂടാ. അവരുടേതായ ഒരിതിൽ എടുക്കുകയാണ്. നമ്മുടെ വീടൊക്കെ മോശമാണ്, പഴയൊരു വീടാണ്, പഴയൊരു ആൾക്കാരാണ്, പഴയ വീടൊക്കെയാണ്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ളൂ. ചെറിയൊരു വീടാണ്. തിളച്ചു മറയുന്നു. കറി തിളച്ച് കിടക്കുകയാണ്. ഇളക്കി കൊടുക്കാം. എന്നെ മണ്ണോ തിളച്ചോണ്ടിരിക്കണം. വെന്തിട്ടില്ല കേട്ടോ, വേവനയുള്ളൂ. കറി വേവനയുള്ളൂ, വെന്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്.
ഞങ്ങൾ ഇന്നലെ ഇവിടെ ചിക്കൻ പൊരിച്ചതും എന്താ കുബൂസൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല, കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക ചെയ്താൽ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയോ? ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ. മക്കളൊക്കെ വാങ്ങിച്ച് കഴിക്ക് നന്നായിട്ട്. നന്നായിരിക്കുള്ളൂ കേട്ടോ. നല്ല കുട്ടികളായിട്ട് ഇരിക്കണേ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ന്യൂ ഇയർ ആയിട്ട്. ഇതുണ്ടോ തൈര്, മീൻമുട തൈരാ, മീനൊക്കെ പല വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇത് പല പുളിയൊക്കെ പാകാം. നമുക്കൊന്ന് അടിച്ചെടുക്കണം. തൈര് അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. തൈര് പാട്ടെന്ന് പറഞ്ഞു. പുട്ടു എന്താന്നൊക്കെ നോക്കണം കേട്ടോ. എന്താന്നൊക്കെ നോക്കിയിട്ട് മതി ഉണ്ടാക്കുന്നത്. എന്തുട്ടോ നമുക്ക് തൈര് ഒഴിച്ചു, അരിപ്പൊട്ട് രണ്ടും കൂടെ ഒന്ന് പൊന്തി വരട്ടെ. ഇളക്കി കൊടുക്കാം. അധികം തിളച്ച് മറിയാൻ പാടില്ല. ഇങ്ങനെ പൊട്ടി വരാനേ പാടുള്ളൂ കേട്ടോ. അങ്ങനെയാണ് കറി നന്നായിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ നന്നാവില്ല. നമുക്ക് ലേശെടുത്ത് ഉപ്പുണ്ട് നോക്കാം കേട്ടോ. ഉപ്പുണ്ട് നോക്കാം. ശകലം ഉപ്പ് കുറവാ, കുറച്ചിട്ട് കേട്ടോ. ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. നമുക്ക് ഇളക്കി കൊടുക്കും. കുത്തി വരുമ്പോൾ വാങ്ങി വെച്ച് കടുക് താളിക്കും. അപ്പോൾ കറിവേപ്പില ഇടാൻ പോവാണ്. കറിവേപ്പില ഇട്ടോ.
കറിവേപ്പില കേട്ടോ. ഇത്രയും കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഇടാം. കറിവേപ്പിലയിൽ വിഷാംശങ്ങളൊക്കെ ഉണ്ടാവണതല്ലേ, അപ്പോൾ ഒന്ന് കഴുകിയിട്ട് വെച്ചതാണ്. എന്നാലും ഒന്നും കൂടി കഴുകിയിട്ട് നമുക്ക് കൊടുക്കാം. വേണ്ട. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇടാൻ പോവാണ്. വേണ്ട, ഇങ്ങനെ പൊട്ടി വരുമ്പോൾ കൊടുക്കുക. ഞാൻ താഴ്ത്തി വെച്ചിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് ഇത് വാങ്ങി വെച്ച് ഇത് കുടിക്കാനുള്ള വെള്ളം കേട്ടോ തിളപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പം ഇത് വാങ്ങി വെച്ചിട്ട് കടുക് താളിക്കാം കേട്ടോ. ഉലുവി കടുകും കൂടെ വയ്ക്കാം കേട്ടോ. നമുക്ക് മോര് കറി മാന്തൻ വറുത്തത് കേട്ടോ. സൂപ്പറല്ലേ? അപ്പോൾ നമ്മൾ പാൻ അടുപ്പിച്ച് വെച്ചു. എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ചൂടാവട്ടെ കേട്ടോ. നമുക്ക് കടുകും ഉള്ളി മുളക് കേട്ടോ.